ഖദറിന്റെ ഖാദി യൂത്തിനറിയില്ലെന്നും കളറിട്ടാൽ ഡിവൈഎഫ്ഐ ആകുമെന്നുമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ വിമർശിച്ചത്. ഖദറിന് വേണ്ടി എന്തിനും മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ വിമർശനത്തെ കാർപ്പറ്റ് ബോംബിംഗ് പോസ്റ്റുകളുടെ നിലംപരിശാക്കുകയാണ് യൂത്ത്. 1920കളിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉരകല്ലായിരുന്നു ചർക്കയിൽ തീർത്ത ഖദർ. ഖാദി ഫോർ നേഷൻ, ഖാദി ഫോർ ഫാഷൻ എന്ന ഗാന്ധി സങ്കല്പത്തിൽ അജയ് തറയിൽ പറഞ്ഞതിങ്ങനെ: പുതിയ തലമുറയിൽ പ്രവണത കളർഫുള്ളായ വലിയ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കുക. ഇതൊരു സന്ദേശമാണ്. കോൺഗ്രസിന്റെ പൈതൃകം എന്ന് പറയുന്നത്, കോൺഗ്രസിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് ഖദറും മതേതരത്വവുമാണ്. സത്യസേവാ സംഘർഷ് എന്ന യൂത്ത് കോൺഗ്രസ് ക്യാമ്പിലെത്തിയ അജയ് തറയിൽ കണ്ടത് ഫാഷൻ ഫോർ ഖാദി ആയിരുന്നില്ല. അതോടെ സംഘർഷ് കോൺഗ്രസിൽ ആരംഭിച്ചു. ഫലമോ പിഞ്ചിയ ഖദർ പോലെയായി അജയ് തറയലിന്റെ അവസ്ഥ. ഖദറിടാൻ കാശില്ലെന്ന് ശബരിനാഥൻ, വിവരക്കേട് പറയരുതെന്ന് VT ബൽറാം, ഇഷ്ടമുള്ളതിടുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് അവരവരുടെ ഒരു കംഫോർട്ടിൻ്റെയാണ്. ശ്രീ അജയ് തറയിൽ അതായിരിക്കും കംഫോർട്ട്. ഖദർ പിന്നെ ഇടാത്ത ചെറുപ്പക്കാരും മതേതരത്വം അണിയാതിരിക്കില്ല. അമിതമായ ഒരു വൈകാരികവൽക്കരിക്കാനോ പ്രത്യയശാസ്ത്ര ശാഠ്യങ്ങളിലേക്ക് അതിനെ കണ്ണി ചേർക്കാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. ആളുകൾ അവരുടെ കംഫർട്ട് ലെവലിനനുസരിച്ച്, ഒക്കേഷൻ അനുസരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ധരിക്കേണ്ടതാണ് ഏതൊരു വസ്ത്രവും. ഇഷ്ടമുള്ളതിട്ടാൽ മതിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പാർട്ടി പ്രസിഡന്റ് സണ്ണി ജോസഫും. വസ്ത്രധാരണത്തിലൊന്നും ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കാനും സ്വാതന്ത്ര്യ സമരവും നടക്കുന്നതല്ല. ഞാനും എല്ലാ തരത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്. കുറെ കൊല്ലം മുമ്പ് വൈറ്റല്ലാത്തൊരു കസറ്റ് മേടിച്ചു. അന്നേരം പറഞ്ഞു, എൻ്റെ മകള് പറഞ്ഞു, സണ്ണി ജോസഫ് എന്ന സങ്കല്പത്തിന് പോർലിയിട്ടിരിക്കുന്നു. എല്ലാവരും ചേർന്ന് ഖദറിനെ കഞ്ഞി പിഴിയുന്ന പോലെ അജയ് തറയലിനെ ഒറ്റപ്പെടുത്തിയപ്പോൾ ഖാദി ചെയർമാൻ മന്ത്രി P രാജീവ് ഒരു പരിഹാരം FBയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: കളറുള്ള ഖാദിയും ഇപ്പോൾ ലഭ്യമാണ്. മാർഷൽ V സെബാസ്റ്റ്യൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.